ഈ LDF സർക്കാരിൻ്റെ കാലത്ത് അഴിമതി നടക്കാത്ത ഒരു മേഖലയുമില്ല. അത് അങ്ങ് ഉന്നതങ്ങൾ തൊട്ട് താഴെയുള്ള ഏറ്റവും വലിയ സ്ഥാപനങ്ങൾ മുതൽ ഏറ്റവും ചെറിയ സ്ഥാപനങ്ങളിൽ വരെ വ്യാപക അഴിമതി നടന്നു. ഇന്നലെ നമ്മൾ കണ്ടില്ലേ ഒരു ആരോഗ്യ സൊസൈറ്റി, ആരോഗ്യ വകുപ്പിന്റെ കീഴിലുള്ള, KHRWS അതിനകത്ത് 4.25 ലക്ഷം രൂപയുടെ പത്രപരസ്യം തമിഴ്നാട്ടിൽ കൊടുത്തു. നമ്മുടെ നാട്ടിൽ പോലും പരസ്യം തരാൻ യാതൊരു പ്രസക്തിയില്ലാത്തൊരു സ്ഥാപനം. അതെ. അടുത്തുള്ള പേവാർഡ്, കേരളത്തിലെ പേവാർഡിന്റെ പരസ്യം ആരും കൊടുക്കാറില്ല. സർക്കാർ അടുത്തുള്ള പേവാർഡ് നമ്മൾ പോയാലും പേവാർഡ് ഉണ്ടെങ്കിൽ കിട്ടും, അത്രേ ഉള്ളൂ. അതല്ലാതെ ഇപ്പൊ വേറൊരു രസം, ഇന്നിപ്പോ ഞാൻ പത്രം കണ്ടപ്പോഴാണ് പഞ്ചായത്ത് യുവക്രീഡ ഓർ ഖേൽ അഭിയാൻ, പൈക്ക പഞ്ചായത്ത് കേന്ദ്ര യുവക്രീഡ, സർക്കാർ പദ്ധതി അതായത് യുവജനങ്ങൾക്കുള്ള പദ്ധതിയാണ്. ഇതിൽ സ്പോർട്സ് കൗൺസിൽ ഈ പദ്ധതിയിൽ 12 കോടി രൂപയുടെ അഴിമതി നടന്നിരിക്കുകയാണ്. 12 കോടി രൂപയുടെ പൈക്ക അഴിമതി സ്പോർട്സ് കൗൺസിലായിരിക്കുമല്ലോ അതിന് ചുമതല. സ്പോർട്സ് കൗൺസിലാണ് ചുമതല. അപ്പം ഇതേക്കുറിച്ച് അന്വേഷിക്കാൻ മന്ത്രി OJ ജനീഷ് നിർദ്ദേശം കൊടുത്തു. നിർദ്ദേശം കൊടുത്തു കഴിഞ്ഞപ്പോഴാണ്, നിർദ്ദേശം കൊടുത്തതിന് പിന്നാലെ സ്പോർട്സ് കൗൺസിൽ വൈസ് പ്രസിഡന്റ് അടക്കം 7 അംഗങ്ങൾ രാജിവെച്ചു. എസ്കേപ്പാണ്. എസ്കേപ്പ് എന്ന് പറഞ്ഞാൽ മാത്രമല്ല, ഇനിയിപ്പോൾ പുതിയ കൗൺസിൽ വരുമല്ലോ, കൗൺസിൽ ബോർഡ് ഇതെല്ലാം മാറാൻ പോവാണ്, കോർപ്പറേഷനൊക്കെ മാറാൻ പോവാണ്. അപ്പോൾ ഇതിനകത്ത് ഈ അഴിമതിയുടെ അന്വേഷണം വരുമെന്ന് ഇവർക്ക് മനസ്സിലായി. സ്പോർട്സ് കൗൺസിലിന്റെ പ്രസിഡന്റായ VP സാനു, പഴയ SFIയുടെ പ്രസിഡന്റായിരുന്ന VP സാനു ഇടയ്ക്ക് പ്രസിഡന്റ് ആയിരുന്നു. എനിക്ക് ഷറഫ് അലി രാജിവെച്ച് അസംബ്ലി ഇലക്ഷൻ മത്സരിക്കാൻ പോയ സമയത്താണെന്നാണ് ഈ VP സാനുവിന്റെ പ്രസിഡന്റ്. അയാളും രാജിവെച്ചു എന്നാണ്. ഷെറഫ് അലി രാജിവെച്ചിട്ടാണല്ലോ പോയത്. അത് കഴിഞ്ഞ് VP സാനു തന്നെ നിയോഗിച്ചു. VP സാനുവിനെ സർക്കാർ മാറിയ സാഹചര്യത്തിൽ എനിക്ക് രാജിവെച്ചു എന്നാണ് തോന്നുന്നത്. തെരഞ്ഞെടുപ്പ് തോറ്റതിന്റെ പിറ്റേന്ന് സാനു രാജിവെച്ചു. എങ്കിലും വൈസ് പ്രസിഡന്റ് അടക്കം 7 അംഗങ്ങൾ തുടരുന്നുണ്ടായിരുന്നു, അവരും രാജിവെച്ചു. ഈ അഴിമതി ആരോപണം പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ്. ഇതിനകത്തൊരു കാര്യം മനസ്സിലായി. ഇവരെല്ലാം വിചാരിച്ചിരുന്നത് നമ്മൾ പല സിനിമാ പാട്ട് പോലെ ഈ രാത്രി പുലരാതിരുന്നെങ്കിൽ, ഈ രാത്രി പുലരുകയില്ല എന്നാണ് ഇവർ വിചാരിച്ചിരുന്നത്. അപ്പോൾ ഈ കാമുകിയോട് കാമുകൻ പാടുന്നതാണല്ലോ ഈ രാത്രി എന്ന് പറഞ്ഞാൽ ഇതെങ്ങനെ മോഷ്ടിച്ച് ഇവർക്ക് അതെ അഴിമതി നടത്തി. ഇപ്പം മാസപ്പടിയാണേലും ഇതാണേലും വേറെ ഈ PRD വഴിയുള്ളതാണേലും എന്താണെങ്കിലും അഴിമതി നടത്തിയിട്ട് ഇത് തുടരരുത്. സംസ്ഥാനത്തെ വലിയ കടക്കണിയിലോട്ട് തള്ളിയിട്ടു. നമ്മുടെ സംസ്ഥാനത്തെ മറ്റു പല വകുപ്പുകളെ അപേക്ഷിച്ച് നമുക്ക് ഒരു ധാരണ ഉണ്ടായിരുന്നത് ഈ സ്പോർട്സ് എന്ന് പറഞ്ഞാൽ താരതമ്യേന ചെറിയ വകുപ്പാണ്, സ്പോർട്സ് യുവജന കാര്യം. അതുകൊണ്ട് അതിൽ അവിടെ വലിയ കുഴപ്പമൊന്നുമില്ലെന്നാണ്. പക്ഷേ നമ്മൾ ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യം, എത്രയധികം കേന്ദ്ര ഫണ്ടുകൾ വരുന്ന ഒരു വകുപ്പുണ്ടല്ലോ. ഈ യുവജന കാര്യമാണെങ്കിലും സ്പോർട്സ് ആണെങ്കിലും ഒക്കെ തന്നെ ഇഷ്ടം പോലെ കേന്ദ്ര ആവിഷ്കൃത പദ്ധതികളും കേന്ദ്ര ഫണ്ടും ഒക്കെ വരുന്നുണ്ട്. ഈ ആശാന്മാർ ഇത് നന്നായിട്ട് അടിച്ചു മാറ്റുന്നുണ്ട്. നമ്മൾ കരുതിയിരിക്കുന്നത് ഒരാൾ നമ്മൾ സ്പോർട്സ് യുവജനകാര്യ മന്ത്രിയൊക്കെ നമ്മൾ അയാൾക്ക് കിട്ടിയത് അപ്രധാന വകുപ്പാണെന്ന് പറയുമ്പോൾ അങ്ങനെയൊന്നും അല്ല. ഇത് വളരെ വിപുലമായ വകുപ്പാണ് സ്പോർട്സ് യുവജനകാര്യമൊക്കെ എന്ന് പറയുന്നത്. ഇതിൻ്റെ കീഴിൽ എത്ര യുവജനകാര്യത്തിൻ്റെ യുവജനക്ഷേമ ബോർഡുണ്ട്, വേറെ യുവജന കമ്മീഷനുണ്ട്, 2 ഉണ്ട്. അതുപോലെ സ്പോർട്സിൻ്റെ എത്ര സ്ഥാപനങ്ങളുണ്ട് സ്പോർട്സിൻ്റെ. അപ്പോൾ ഇത് ഈ സ്പോർട്സ് കൗൺസിൽ എന്ന് പറയുന്നത് സംസ്ഥാനത്ത് അപ്പെക്സ് ബോഡി എന്ന് തോന്നുന്നു. ഒരു ജില്ലകളിലാണ് സ്പോർട്സ് കൗൺസിൽ ഉള്ളതെന്ന് തോന്നുന്നു. അല്ലല്ല, സംസ്ഥാന തലത്തിലും ഉണ്ട്. അതാണ് അപ്പെക്സ് ബോഡി എന്ന് തോന്നുന്നു. ബാക്കി താഴെ എല്ലാ ജില്ലകളിലും ഉണ്ട്. ഞാൻ പറയാം, സംസ്ഥാന സർക്കാരിന്റെ കായിക വികസനത്തിന് ഉള്ള നോഡൽ ഏജൻസി എന്ന് വേണമെങ്കിൽ സ്പോർട്സ് കൗൺസിലിനെ. അതെ. അപ്പോൾ എല്ലാ ജില്ലകളിലും അന്താരാഷ്ട്ര സ്റ്റേഡിയം നിർമ്മിച്ചുകൊണ്ടിരിക്കുക. അന്താരാഷ്ട്ര സ്റ്റേഡിയം എന്ന് പറഞ്ഞാൽ അന്താരാഷ്ട്ര നിലവാരമുള്ള സ്റ്റേഡിയം. ഇപ്പം എനിക്കറിയാം, ഞങ്ങളുടെ നാട്ടിൽ പത്തനംതിട്ട ജില്ലാ സ്റ്റേഡിയത്തിൻ്റെ നിർമ്മാണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. വളരെ ഭംഗിയായിട്ട് തന്നെ അത് മുന്നോട്ട് പോകുന്നുണ്ട്. പിന്നെ ഒറ്റ കുഴപ്പമേ ഉള്ളായിരുന്നു, അത് ഈ തെരഞ്ഞെടുപ്പ് വന്നപ്പോഴത്തേക്ക് ഇവരിത് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി ഓടിച്ചിട്ട് കുറച്ച് പരിപാടികൾ നടത്തിയിട്ടുണ്ട്. പക്ഷേ അതൊന്നും അല്ലാതെ തന്നെ 50 കോടി രൂപയുടെ സ്റ്റേഡിയമാണ്, ഇൻഡോർ സ്റ്റേഡിയം അടക്കമാണ് വരുന്നത്. അപ്പോൾ അതൊരു നല്ല കായിക വികസനത്തിന് പറ്റിയൊരു സാധനമാണ്. നല്ല ഒരു സ്റ്റേഡിയമാണ് നമ്മുടെ അവിടെ വരാൻ പോകുന്നത്. അപ്പോൾ അതുപോലെ ഈ കേരളത്തിലെ എല്ലാ മണ്ഡലങ്ങളിലും ജില്ലകളിലും ഒക്കെ ഇതുപോലുള്ള സ്റ്റേഡിയങ്ങൾ, സ്ഥലമുള്ള സ്ഥലങ്ങളിൽ സ്റ്റേഡിയം നവീകരണം ലക്ഷ്യമിട്ടിട്ടുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ ഫണ്ട് വരുന്നത് കേന്ദ്രത്തിൻ്റെ ഫണ്ടാണ്. ഈ കേന്ദ്രത്തിൻ്റെ പല പേരിൽ വരുന്ന ഫണ്ടാണ്. ഇപ്പോൾ തന്നെ പൈക്ക എന്ന് പറയുന്നത് തന്നെ പഞ്ചായത്ത് യുവക്രീഡ അഭിയാൻ എന്നങ്ങാണ്ട് അതിൻ്റെ മുഴുവൻ പേര്. അപ്പം അതിൽ ആണ് 12 കോടി രൂപയുടെ അഴിമതിയാണ് ഉണ്ടായിരിക്കുന്നത്. ഇപ്പം വൈസ് പ്രസിഡന്റ് MR രഞ്ജിത്തിനൊപ്പം 7 സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളും രാജിക്കത്ത് കായിക വകുപ്പിൻ്റെ സെക്രട്ടറിക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പം തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനത്തിന് പിന്നാലെ കൗൺസിൽ പ്രസിഡന്റും CPM സംസ്ഥാന കമ്മിറ്റി അംഗമായ VP സാനു സംസ്ഥാന കമ്മിറ്റി അംഗം രാജിവെച്ചു. ഭാരവാഹികൾ പക്ഷേ തുടർന്നു. ഈ കായിക വികസനത്തിനുള്ള മുൻ കേന്ദ്ര പദ്ധതിയാണ് ഈ പൈക്ക, അതായത് പഞ്ചായത്ത് യുവക്രീഡ ഓർ ഖേൽ അഭിയാൻ. അപ്പോൾ ഇതിൽ 12 കോടി രൂപ കാണാതായി എന്നാണ് പറയുന്നത്. ഇത് എങ്ങനെ കാണാതായി എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. അതെ, ഇത് എങ്ങനെ കാണാതായി? ഇതെന്താ ഇത്? ഈ 12 കോടി രൂപ എന്ന് പറയുന്നത് ചെറിയ തുകയൊന്നും അല്ലല്ലോ.
വലിയ ഇത് തുകയല്ലേ? ഏതൊക്കെ രീതിയിൽ വകുപ്പ് മാറ്റി. ഇപ്പൊ വീണ്ടും പിണറായി 3 ആയിരുന്നെങ്കിൽ ഈ കാണാതായത് ഇങ്ങനെ കാണാതായിക്കൊണ്ടേ ഇരുന്നേനെ. ഈ 12 കോടി എന്നുള്ളതൊക്കെ വേറെ പദ്ധതി വഴിയൊക്കെ എല്ലാം വിചാരിച്ചു എന്നാൽ നമുക്ക് കൊയ്തേക്ക് എല്ലാവരും പൈസ ഉണ്ടാക്കിയല്ലേ. പിന്നെ ഞാൻ മാത്രം തന്നെ മാറിക്കുന്നു എല്ലാവരും വിചാരിച്ചു. ഈ ഇവിടങ്ങളിൽ പദവി കിട്ടിയവരൊക്കെ ഈ എല്ലാവരും പൈസ ഉണ്ടാക്കി. സ്പോർട്സ് കൗൺസിലിന്റെ വൈസ് പ്രസിഡന്റ് MR രഞ്ജിത്ത് ആയിരുന്നു ഇതിന്റെ കോർഡിനേറ്റർ, സംസ്ഥാന കോർഡിനേറ്റർ ഇയാളായിരുന്നു. അതുപോലെ തന്നെ സ്പോർട്സ് കൗൺസിലായിരുന്നു നോഡൽ ഏജൻസി. അപ്പോൾ വേറൊരു കുഴപ്പം കൂടെ ഉണ്ട്. ഇപ്പം ഇയാൾ രാജിവെച്ചല്ലോ കായിക സെക്രട്ടറി. അതിൻ്റെ അന്വേഷണ റിപ്പോർട്ട്, ഈ 12 കോടി രൂപ കാണാതായത് സംബന്ധിച്ച അന്വേഷണ റിപ്പോർട്ട് വരുന്നിടം വരെ MR രഞ്ജിത്തിന്റെ രാജി സ്വീകരിക്കേണ്ടെന്ന് മന്ത്രി വേണമല്ലോ, ഓടാൻ പറ്റില്ലല്ലോ. അവിടെ ഇരുന്ന് സമാനം പറഞ്ഞിട്ടില്ലേ പോകാൻ പറ്റുള്ളൂ. മാത്രമല്ല ഇയാൾക്കെതിരെ ഒരു കേസ് കൂടെ ഉണ്ട്. അത് ഇന്ന് ഹൈക്കോടതി പരിഗണിക്കുക. അപ്പം സ്ഥിരമായിട്ടുള്ള കേസുകളാണ്. അപ്പം നമ്മൾ പറഞ്ഞു വന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഈ അഴിമതി ഒരു തുടർച്ചയാണ്. മാത്രമല്ല വളരെ വിചിത്രമായ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ? പലപ്പോഴും സ്പോർട്സ് കൗൺസിലിൻ്റെ തലപ്പത്ത് വരുന്ന ആൾ സ്പോർട്സുമായിട്ട് പുലബന്ധം പോലും ഇല്ലാത്ത ആളായിരിക്കും. അങ്ങനെയൊക്കെ വരും. രാഷ്ട്രീയക്കാർ വയ്ക്കും. ഈ രാഷ്ട്രീയക്കാരൻ ചിലപ്പോൾ അവരുടെ പേരിനെങ്ങാനും പണ്ട് ഏതെങ്കിലും ഒരു ജില്ലാ ഫുട്ബോൾ അസോസിയേഷൻ അങ്ങനെ എന്തെങ്കിലും ഒരു ഭാരവാഹി ആയിരുന്നിരിക്കും. അല്ലെങ്കിൽ ഇത് പലരും ഇത് കണക്കാക്കി തന്നെ ഭാരവാഹിയാകാൻ പോകും. ക്രിക്കറ്റ് കളി അറിയാൻ പാടില്ലാത്ത ക്രിക്കറ്റ് അസോസിയേഷൻ്റെ ഭാരവാഹിയാകാൻ പോകുമെന്ന് പറഞ്ഞതുപോലെ ഒരിക്കൽ എൻ്റെ അടുത്ത് ഒരു ക്രിക്കറ്റിലെ വളരെ പ്രമുഖനായ ഒരു നിരീക്ഷകൻ എൻ്റെ അടുത്ത് പറഞ്ഞത്, ഒരു ക്രിക്കറ്റിൻ്റെ ഒരു ഭാരവാഹിയെക്കുറിച്ച് പറഞ്ഞത്, അയാൾക്ക് ലോകത്തുള്ള എല്ലാ വിഷയങ്ങളെക്കുറിച്ചും നല്ല ധാരണയുള്ള മനുഷ്യനാണ്. പക്ഷേ അയാൾക്ക് അറിയാൻ പാടില്ലാത്ത ഒരു വിഷയമേ ഉള്ളൂ, ക്രിക്കറ്റാണ്. അപ്പോൾ ഇയാളെ തിരികാൻ ഒഴിവുണ്ടായിരുന്ന അവിടെ മാത്രമാണ് തിരി. ഇത് പലപ്പോഴും സംഭവിക്കാറുണ്ട്. സ്പോർട്സ് കൗൺസിലിൽ ഇരിക്കുന്ന അല്ലെങ്കിൽ ഭരണസമിതിയിലേക്ക് വരുന്ന ഇവർക്ക് എത്ര പേർക്ക് സ്പോർട്സ്, നമ്മുടെ നാട്ടിൽ കായിക താരങ്ങൾക്ക് വല്ല പഞ്ഞുണ്ട്. എത്ര ഒളിമ്പ്യന്മാരാണ് നമ്മുടെ നാട്ടിൽ, എത്ര വലിയ കായിക താരങ്ങൾ, എല്ലാ മേഖലയിലും പ്രഗത്ഭർ. അവരെ ഉൾപ്പെടുത്തിയാൽ പോരെ. അവരെ എനിക്കൊന്നത് ഷറഫ് അലി, ഓക്കെ, അദ്ദേഹം ഫുട്ബോൾ താരം, TP ദാസനൊക്കെ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് ആയിരുന്നിട്ടുണ്ട്. ഷറഫ് അലിയെ വെച്ചത് ഓക്കെ. ഇനി എന്തെങ്കിലും സ്പോർട്സ് താരമായിരുന്നോ എന്ന് എനിക്കറിയില്ല. എന്തായാലും ഇല്ല, അതാണ് ഈ ഇങ്ങനെ ഷറഫ് അലിയെ വെച്ചത് നമ്മൾ അംഗീകരിക്കുന്നു. നേരത്തെ എന്താ മറ്റേ തോമസ് ഉണ്ടായിരുന്നു, അതുപോലെ ഷൈനി വിൽസനെ PT ഉഷയൊക്കെ ആക്കിയിട്ടുണ്ടായിരുന്നു എന്നാണ് തോന്നുന്നത്. എനിക്ക് സംസ്ഥാന സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് വന്നിട്ടില്ല. ഓക്കെ, PT ഉഷ ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷന്റെ പ്രസിഡന്റ്, ഇന്ത്യൻ ഒളിമ്പിക്, അതാണ് എനിക്ക് ഒരു ഓർമ്മ. അപ്പോൾ ഇത് പിണറായി 1-2 എന്ന് പറഞ്ഞാൽ അഴിമതിയുടെ 2ാം വരവായിരുന്നു P2 എന്ന് പറയുന്നത്. ഈ 3ാം വരവിൽ വീണ്ടും കുറെ കൂടി അഴിമതി കാട്ടി മുന്നോട്ട് പോകുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടിയായിരുന്നു ഇരുന്നത്. തീവെട്ടി കൊള്ള എന്ന് നമ്മൾ കേട്ടു. ഈ കൊള്ള സംഘങ്ങൾ പണ്ട് തമിഴ്നാട്ടിൽ നിന്ന് തീവെട്ടി സംഘങ്ങൾ എന്ന് പറഞ്ഞാൽ കൊള്ള സംഘം വരുമെന്ന് പറയും. അതിൻ്റെ വേറൊരു പതിപ്പാണ് ഇവിടെ നടത്തിയത്. തീവെട്ടി കൊള്ളാനാണ് ഇവിടെ നടത്തിയത് എല്ലാ വകുപ്പിലും. ഈ സ്പോർട്സ് യുവജന കാര്യത്തിൽ ഇതാണ് അവസ്ഥയെങ്കിൽ ഇനി അങ്ങോട്ടുള്ള ഓരോ വകുപ്പുകളും നമ്മൾ എടുക്കുകയാണെങ്കിൽ നമ്മൾ വ്യവസായ വകുപ്പ്, അതല്ലേ പറഞ്ഞത്. ഇവർ മുറവേ എന്താ പറയുന്നത്, ഞങ്ങൾ PM ശ്രീ ഒപ്പിടില്ല, 93 കോടി രൂപ ഫസ്റ്റ് ഗഡു ഒരു വാങ്ങിച്ചു കഴിഞ്ഞു. ഇന്നലെ തന്നെ വിദ്യാഭ്യാസ മന്ത്രി അത് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ പൈക്ക എന്ന് പറയുന്ന കേന്ദ്ര പദ്ധതിയാണ്. ഞങ്ങൾ കേന്ദ്ര പദ്ധതിയിൽ ഒന്നും ഞങ്ങൾ ഒപ്പിടത്തില്ല. ഈ ഒപ്പിടാത്ത ഈ പൈസ പിന്നെ എങ്ങനെയാ പോയി? എന്നിട്ട് പറയുന്നത് കേന്ദ്രം തരുന്നില്ലെന്ന് പറയും. അതെ, കേന്ദ്ര സഹായം തരുന്നില്ല, കേന്ദ്രം ഞങ്ങളോട് ചിറ്റമ്മതയെ കാണിക്കുന്നു എന്ന് പറയുന്നത് ഇവർ തന്നെ പറയുന്നു. കേന്ദ്രത്തിന് പൈസ ഞങ്ങൾക്ക് വേണ്ട. എന്താണെങ്കിലും ശരി, അഴിമതിയുടെ ഒരു കൂത്തരങ്ങായിരുന്നു 2ാം പിണറായി സർക്കാർ. 1ാം പിണറായി സർക്കാരിൽ ഇത്രയില്ല, സ്വന്തമായിട്ടുള്ള അഴിമതികളായിരുന്നു. സുധാരണയൊക്കെ പോലുള്ള കുറച്ച് അത്യാവശ്യം ഇന്റഗ്രിറ്റി, സത്യസന്ധമായ 1ാം സർക്കാരിൽ പിണറായിയുടെ അഴിമതിയുള്ളായിരുന്നു, സ്വന്തമായിട്ടുള്ള സ്വർണ്ണക്കടത്ത് പോലുള്ള കാര്യങ്ങളുള്ളൂ. പക്ഷെ 2ാം സർക്കാരിൽ എല്ലാ വകുപ്പിലും ഉള്ള മന്ത്രിമാരും അതുപോലെ തന്നെ അവിടെയുള്ള ഉദ്യോഗസ്ഥരും അവിടെയുള്ള ഈ ജനപ്രതിനിധികളായിട്ടുള്ള ഭാരവാഹികൾ എല്ലാം കൈയിട്ട് വാരി അതിൻ്റെ ഓരോ ഒന്നിൻ്റെ കഥ പിന്നാലെ വരികയാണ്. ഇപ്പം സ്പോർട്സ് കൗൺസിലിലെ 12 കോടി ആവിയായിപ്പോയി. ഇതെല്ലാം ശരിയായ രീതിയിൽ അന്വേഷിക്കുകയാണെങ്കിൽ പുതിയ ജയിൽ കെട്ടേണ്ടി വരും. പൂജപ്പുര സെൻട്രൽ ജയിൽ പോരാ. ഇതിനുവേണ്ടി വേറെ തിരുവനന്തപുരത്ത് വേറെ ജയിൽ എവിടെയെങ്കിലും, അല്ലെങ്കിൽ ഇപ്പൊ പുതിയ 2 സെൻട്രൽ ജയിലിന് കൂടി നോക്കുകയാണ്. എന്ന് പറഞ്ഞാൽ അത്ര മനോഹരമാണ്. 10 കൊല്ലത്തെ ഭരണം കൊണ്ട് എത്ര പേരെ ജയിലിൽ കയറ്റാൻ പറ്റി, എത്ര പേരെ കാലപുരിക്ക് അയക്കാൻ ഇവർക്ക് സാധിച്ചു, അല്ലേ? അതെ, അതാണ്.